കൂട്ടുകാരെ, ജാനകിയുടെയും അബിയുടെയും വീട് വീണ്ടും അജയ് മുങ്ങിയോ? അതെ പ്രേക്ഷകരെ, നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മുഹൂർത്തത്തിന്റെ സമയമായപ്പോൾ പതിവ് പോലെ അജയ് ഇല്ല. എന്തൊരു വിധിയാ അല്ലേ? അജയുടെ കല്യാണം എപ്പം നടത്താൻ നമ്മുടെ അളകാപുരിക്കാർ ശ്രമിക്കുന്നു, അന്നൊക്കെ വെറും നാണം കെട്ട് എന്താ പറയാ തലേറി അവിടെ നിന്ന് പോകേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ഉണ്ണിത്താനാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടെടുക്കുന്നുണ്ട്. മുഹൂർത്തമായപ്പോൾ അവൻ എങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടെടുക്കുന്നുണ്ട്. പിന്നെ കുറേ എന്താ പറയാ ഭയങ്കര വാക്ക് തർക്കമൊക്കെ ആവുന്നുണ്ട്. പിന്നെ അബി നമ്മുടെ ഉണ്ണിത്താനും ഒന്നും തള്ളൊക്കെ ആവുന്നുണ്ട്. അപ്പം അതിനിടയിൽ നമ്മുടെ തമ്പി വലിയ പുണ്യാളനായിട്ട് എന്താ അബി ഇങ്ങനെ ഉണ്ണിത്താനെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവൻ എവിടെ പോയി ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് തമ്പിയും അതിൻ്റെ ഇടയിൽ കുറേ നാടകം കളിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ അപർണ നമ്മുടെ നിരഞ്ജനയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തേ നിന്നാരും വിളിക്കാൻ വരാത്തേ, മുഹൂർത്തത്തിന് സമയമല്ല, നിന്നെ എന്താരും മണ്ഡപത്തിലോട്ട് വിളിക്കാത്തേ എന്നിങ്ങനെ നമ്മുടെ അപർണ വന്ന് നിരഞ്ജനോട് ചോദിക്കുന്നുണ്ട്. അപ്പം നിരഞ്ജന ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കും, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ കേട്ടോ. അപ്പം നമ്മുടെ അപർണ പറയുന്നുണ്ട്, നിന്റെ ഗന്ധർവനെ വീണ്ടും നാട് വിട്ടു പോയി, നീ ഇങ്ങനെ സ്വപ്നലോകത്ത് തന്നെ ഇരുന്നോ, കണ്ടോ ഇപ്പൊ മനസ്സിലായോ എൻ്റെ ഒരു കളി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപർണ നമ്മുടെ നിരഞ്ജനെ വിളിച്ചുകൊണ്ട് പോകുന്നൊരു ദൃശ്യങ്ങൾ കേട്ടോ. അപ്പം നിരഞ്ജന വീണ്ടും പ്ലിങ് ആയിട്ടിരിക്കുക കേട്ടോ. ഓ, ഇങ്ങനത്തെ ഒരുത്തിന് വേണ്ടിയായിരുന്നു താൻ ഇത്രയും നാളും യുദ്ധം ചെയ്ത് വീട്ടുകാരെ പോലും വെറുപ്പിച്ച് ഇവിടം വരെയൊക്കെ കാര്യങ്ങളൊക്കെ എത്തിച്ചത്. വീണ്ടും അജയ് മുങ്ങിയല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ നിരഞ്ജൻ ഇങ്ങനെ നിൽക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഭയങ്കരം തന്നെയല്ലേ നമ്മുടെ അജയുടെ കാര്യം. അജയുടെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും നമ്മൾക്ക് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.